കുറേ ദിവസമായി ഡെയിലി വ്ലോഗൊക്കെ എടുത്തിട്ട് വേറൊന്നുമല്ല, ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇത്താത്തയുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ചേർക്കാനുള്ള ഒരു സാധനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കടയിൽ പോയിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബീഫ് വെക്കുമ്പോൾ അതിനകത്ത് 1-2 സവോള മാത്രമേ ചേർക്കാറുള്ളൂ. ബാക്കി കൂടുതലും ചെറിയുള്ളിയാണ് ചേർക്കാറുള്ളത്. ബീഫിന് എപ്പോഴും ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുന്നതാണ്. ബീഫിനായാലും ചിക്കനായാലും ഞങ്ങൾ ചെറിയുള്ളി കുറച്ചധികം എടുക്കാറുണ്ട്. പിന്നെ ഞാനെന്ന് പറയാനായിട്ട് ബീഫിൽ ഒരുപാട് അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല. വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കും. വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ടത് വരട്ടിയെടുക്കാറാണ് പതിവ്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ടാണ് ഇവിടെ ചേർക്കാറുള്ളത്. എൻ്റെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മല്ലിയും മുളകും വറുത്ത് ചേർക്കുമ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെതായ ഒരു കളറും കിട്ടുള്ളൂ. പിന്നെ ബിരിയാണി വെക്കണ പാത്രത്തിലിട്ട് ബീഫ് വരട്ടിയെടുക്കാമെന്ന് കരുതി. കാരണം ബീഫ് വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കണം. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊന്നും അങ്ങനെ ചേർക്കാറില്ല. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം വെള്ളമുണ്ട്, ഇനിയിപ്പോൾ അത് വറ്റിച്ചെടുക്കണം. പിന്നെ എൻ്റെ മോനെന്ന് പറയാനായിട്ട് ബീഫ് ഇങ്ങനെ പെറുക്കി പെറുക്കി കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് കിട്ടിയ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാനില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്ച്ചോറും ഈ ഒരു ബീഫും കഴിക്കാനായിട്ട്. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസിന് പട്ടീനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ പട്ടീനെ പിടിക്കാൻ സമ്മതിച്ചില്ല. പട്ടീനെ നമുക്ക് പിടിക്കാൻ പാടില്ലല്ലോ.